ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ലെവൽ 22-ലെ ഒന്നാമത്തെ ചോദ്യം, വേഗപരിധി ലംഘിച്ച്, അതായത് ഓവർ സ്പീഡ് ഹെവി മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ഓടിക്കാൻ കാരണമാകുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ്: 5000 രൂപ, 4000 രൂപ, 3000 രൂപ, 1500 രൂപ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 4000 രൂപയാണ്. രണ്ടാമത്തെ ചോദ്യം, മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിച്ചാൽ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റത്തിന് പരമാവധി പിഴ എത്രയാണ്? 5000, 10000, 15000, 20000. ഓപ്ഷൻ സി 15000 രൂപയാണ് പിഴ. മൂന്നാമത്തെ ചോദ്യം, മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിച്ച ആദ്യ കുറ്റത്തിന് പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ്: 5000, 10000, 15000, 20000. ബി ആണ് ഉത്തരം, 10000 രൂപ. നാലാമത്തെ ചോദ്യം, സംസ്ഥാന ഗവൺമെന്റിന്റെ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ ഏതെങ്കിലും പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനങ്ങൾ സ്പീഡ് മത്സരമോ പരീക്ഷണമോ അനുവദിക്കുകയോ അല്ലെങ്കിൽ മത്സരം നടത്തുകയോ ചെയ്താൽ ആദ്യ തെറ്റിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 1000, 2000, 5000, 10000. ഓപ്ഷൻ സി ആണ് ഉത്തരം. സംസ്ഥാന ഗവൺമെന്റിന്റെ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ ഏതെങ്കിലും പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനങ്ങൾ സ്പീഡ് മത്സരമോ പരീക്ഷണമോ അനുവദിക്കുകയോ അല്ലെങ്കിൽ മത്സരം നടത്തുകയോ ചെയ്താൽ രണ്ടാമത്തേത് തുടർന്നുള്ളതോ ആയ കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 5000, 10000, 15000, 20000. 10000 രൂപയാണ് ഉത്തരം. ആറാമത്തെ ചോദ്യം, രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാകുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ ആദ്യത്തെ കുറ്റത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 2000, 5000, 10000, 3000. ഓപ്ഷൻ ബി 5000 ആണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം, രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാകുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്തു. രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 5000, 10000, 15000, 20000. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 10000 രൂപയാണ്. ഒരു മോട്ടോർ വാഹനം ഓടിക്കുന്നതോ അല്ലെങ്കിൽ അതിന് കാരണമായതോ അല്ലെങ്കിൽ സാധുതയുള്ള പെർമിറ്റ് ഇല്ലാതെ മോട്ടോർ വാഹനം ഉപയോഗിക്കാൻ അനുവദിക്കുന്നതോ ആയ വ്യക്തിക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? എട്ടാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻസ്: 2000, 5000, 10000, 15000. ഉത്തരം 10000 രൂപയാണ്. ഒമ്പതാമത്തെ ചോദ്യം, സേഫ്റ്റി ബെൽറ്റ് ധരിക്കാതെ മോട്ടോർ വാഹനം ഓടിക്കുകയോ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്രക്കാരെ യാത്ര ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്യുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ്: 500, 1000, 1500, 2000. 1000 രൂപയാണ് പിഴ. പത്താമത്തെ ചോദ്യം, സുരക്ഷാ ബെൽറ്റോ ചൈൽഡ് റെസ്ട്രെയിൻ സംവിധാനമോ ഇല്ലാതെ 14 വയസ്സ് തികയാത്ത ഒരു കുട്ടിയുമായി വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ കാരണമാകുകയോ ചെയ്യുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻ ബി 1000 രൂപയാണ് ഉത്തരം. 11ാമത്തെ ചോദ്യം, പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ഹെൽമറ്റ് ധരിക്കാതെ പില്യൺ ഡ്രൈവറെ കയറ്റുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 500 രൂപ, 1000 രൂപ, 1500 രൂപ, 2000 രൂപ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ബി ആണ്, 1000 രൂപ. 12ാമത്തെ ചോദ്യം, ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ 1000, 1500, 2000, 5000. ഓപ്ഷൻ എ 1000 രൂപയാണ് ഉത്തരം. വാഹനം ഓടിക്കുമ്പോൾ ആവശ്യത്തിലധികമോ തുടർച്ചയായോ അനാവശ്യമായോ ഹോൺ മുഴക്കിയാൽ ആദ്യ തെറ്റിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ്: 500, 1000, 1500, 2000. ഓപ്ഷൻ ബി 1000 രൂപയാണ് പിഴ.
14ാമത്തെ ചോദ്യം, വാഹനം ഓടിക്കുമ്പോൾ ആവശ്യത്തിലധികമോ തുടർച്ചയായോ അനാവശ്യമായോ ഹോൺ മുഴക്കിയാൽ രണ്ടാമത്തേതോ തുടർന്നുള്ളതോ ആയ കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് 500, 1000, 1500, 2000. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പൊതുസ്ഥലത്ത് സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതോ അല്ലെങ്കിൽ ഓടിക്കാൻ കാരണമോ ആയ ആദ്യത്തെ കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 15ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻസ് 500, 1000, 2000, 3000. ഓപ്ഷൻ ബി 2000 സി 2000 ആൻസർ. 16ാമത്തെ ചോദ്യം, പൊതുസ്ഥലത്ത് സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതോ അല്ലെങ്കിൽ ഓടിക്കാൻ കാരണമോ അനുവദിക്കുന്നതോ ആയ രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റത്തിന് ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 5000, 2000, 3000, 4000. ഓപ്ഷൻ ബി ഡി 4000 ഉത്തരം. 17ാമത്തേത്, മോട്ടോർ വാഹന നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത ഒരാൾ വാഹനം ഓടിച്ചാൽ രക്ഷിതാവിനുള്ള ശിക്ഷ എന്താണ്? 3 വർഷം വരെ നീളുന്ന തടവും 25,000 രൂപ പിഴ, 10 വർഷം വരെ നീളുന്ന തടവും 5,000 രൂപ പിഴയും, 10 വർഷം വരെ നീട്ടുനിൽക്കുന്ന തടവ് 5,000 രൂപ മാത്രം പിഴ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 18ാമത്തെ ചോദ്യം, ഗതാഗതം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പൊതുസ്ഥലത്ത് വാഹനം സൂക്ഷിക്കുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? 500 രൂപ, 5,000 രൂപ, 5,000 രൂപ, 2,000 രൂപ. ഇതിൻ്റെ ഉത്തരം 500 രൂപയാണ്. ഇത് ആപ്പിൻ്റെ എന്തോ എറർ വന്നതാണ്. 5,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. 19ാമത്തെ ചോദ്യം, യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ സാന്നിധ്യത്തിൽ താഴെ പറയുന്ന കുറ്റം ചെയ്യുന്ന ആരെയും വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം. ഓപ്ഷൻസ്: സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക, സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, മദ്യപിച്ചോ വ്യക്തിയോ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള വ്യക്തിയോ വാഹനം ഓടിക്കുന്നത് കണ്ടാൽ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, മദ്യപിച്ച വ്യക്തിയോ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള വ്യക്തിയോ വാഹനം ഓടിക്കുന്നത് കണ്ടാൽ യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആരെയും വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം. 22ാമത്തെ ലെവലിലെ ലാസ്റ്റ് ചോദ്യം, സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഒരു വാഹനത്തിന്റെ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും അസാധുവാക്കൽ നടപടിക്ക് വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. ഓപ്ഷൻസ്: രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഉപയോഗിക്കുന്നത്, ഹെൽമറ്റ് ഇല്ലാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നത്, സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നത്. ഇതിൽ ഞാൻ 2 തെറ്റായ ഉത്തരങ്ങൾ പറയാം. 2 എണ്ണത്തിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതിൽ ഓപ്ഷൻ എയും അല്ല ഡിയും അല്ല ആൻസർ. ബി ആണോ സി ആണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എയും അല്ല ഡിയും അല്ല, ബി അല്ലെങ്കിൽ സി ആണ് ആൻസർ. രണ്ടിൽ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പം നിങ്ങൾക്കിത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതിലിപ്പോൾ ആദ്യത്തെ കുറ്റം, പരമാവധി കുറ്റം, രണ്ടാമത്തെ കുറ്റം, തുടർന്നുള്ള കുറ്റം, പരമാവധി പിഴ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഈ ഒരു പിഴയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ കാണാം, ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആൻസർ ബി ആണോ സി ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.